ഹലോ ഗൈസ്. കണ്ടു ശീലിച്ച സൂപ്പർ ഹീറോകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ സ്വഭാവമുള്ള ഒരാൾ. ഒരു നല്ല ക്വാളിറ്റി പോലും എടുത്തു പറയാനില്ലാത്ത ഒരു സൂപ്പർ ഹീറോ. ഒരു അഹങ്കാരിയായിട്ടുള്ള ആയുധ വ്യാപാരിയിൽ നിന്നും ഒരു ലോകം രക്ഷിച്ചൊരു നായകനിലേക്കുള്ള യാത്ര. ജീനിയസ്, ബില്ലിയനിയർ, പ്ലേ ബോയ്. അതെ, നമ്മുടെ സ്വന്തം ടോണി സ്റ്റാർക്ക് അഥവാ അയൺമാൻ. ആദ്യത്തെ അയൺമാൻ സിനിമ കണ്ടത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതായത് യുദ്ധത്തിനു വേണ്ടി ആയുധങ്ങൾ ഉണ്ടാക്കി വിട്ടിരുന്ന അഹങ്കാരിയും അഹന്തയും എല്ലാ ദുശീലങ്ങളുമുള്ള ഒരു വെറും ബിസിനസ്സുകാരൻ മാത്രമായിരുന്നു ടോണി സ്റ്റാർക്ക്. അങ്ങനെയിരിക്കെ അപ്രതീക്ഷിതമായി തൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം സംഭവിക്കുന്നു. ആ സംഭവത്തിലൂടെ അയാൾ തിരിച്ചറിയുകയാണ് തൻ്റെ ആയുധങ്ങൾ നിഷ്കളങ്കരായ സാധാരണ മനുഷ്യരെ കൊല്ലാനാണ് ഉപയോഗിക്കുന്നതെന്ന്. താൻ ഉണ്ടാക്കിയ ആയുധത്തിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ തൻ്റെ നെഞ്ചിൽ തറച്ച് ജീവൻ്റെയും മരണത്തിന് മുമ്പിൽ കിടക്കുന്ന ടോണി തീരുമാനിച്ചൊരു കാര്യമുണ്ട്: ഇനി ഞാൻ ആയുധങ്ങൾ നിർമ്മിക്കില്ല. അതോടൊപ്പം തന്നെ അവിടെ വെച്ച് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ ഇൻസൻ ടോണിയോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അയാൾ മരിക്കുന്നതിന് മുമ്പ് ഈ ഡയലോഗ് പറയുന്നത്: ഡോണ്ട് വേസ്റ്റ് യുവർ ലൈഫ് സ്റ്റാർക്ക്. ആ ഗുഹയിൽ വെച്ച് അവൻ ഇരുമ്പിനെ അടിച്ചടിച്ച് വാർത്തെടുത്തത് ഒരു അയൺ സ്യൂട്ട് മാത്രമല്ല, ഒരു പുതിയൊരു ടോണി സ്റ്റാർക്കിനെ തന്നെയായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. അതായത് ഒരു നിമിഷം മതി, ഒരു നിമിഷത്തെ ഒരു തിരിച്ചറിവ് മതി നമ്മളൊരു പുതിയ മനുഷ്യനാക്കി നമ്മൾ മാറ്റിയെടുക്കാൻ. നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മാർവൽ സിനിമാസിലെ സൂപ്പർ ഹീറോസിനെ എടുത്താൽ ഏറ്റവും കൂടുതൽ മെൻ്റൽ ട്രോമയും അല്ലെങ്കിൽ പാനിക് അറ്റാക്സും അനുഭവിച്ചത് ടോണിയാണ്. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് അയാളൊരു സ്വാർത്ഥനായ മനുഷ്യനായിരുന്നു, അല്ലെങ്കിൽ ഹൃദയമില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഹൃദയം വെച്ച് നടക്കുന്ന ഒരാൾ. പക്ഷേ യഥാർത്ഥത്തിൽ അയാൾ അങ്ങനെയൊന്നുമല്ലായിരുന്നു. ക്യാപ്റ്റൻ അമേരിക്ക വരെ ടോണിയുടെ മുഖത്തടിച്ച് പറയുന്നുണ്ട്: യു ആർ നോട്ട് ദ ഗൈ ടു മേക്ക് ദ സാക്രിഫൈസ് പ്ലേ. അതായത് ത്യാഗം ചെയ്യാൻ തക്കവണ്ണം ഒരു മനസ്സുള്ളൊരു ആളൊന്നും അല്ല നീ എന്ന്. ആദ്യത്തെ അവഞ്ചേഴ്സ് സിനിമയിൽ ആ മിസൈലുമായി സ്പേസിലേക്ക് പോയതിനു ശേഷം അവനൊന്ന് സമാധാനമായി ഉറങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അവനറിയാമായിരുന്നു ഭൂമിയെ തേടി ഇതിലും വലിയ ഭീഷണികൾ വരുന്നുണ്ടെന്ന്. ഇതിനെ സാധൂകരിക്കുന്ന രീതിയിൽ ടോണി ഒരു ഡയലോഗ് പറയുന്നുണ്ട്: ഐ ആം ദ ഓൺലി വൺ സീ ദ കേഴ്സ്. ഭൂമിയെ രക്ഷിക്കാൻ അവനൊരു സ്യൂട്ട് ഓഫ് ആർമർ അറൗണ്ട് ദ വേൾഡ് സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ആൾട്രോൺ ഉണ്ടായി, തെറ്റുകൾ പറ്റി, പക്ഷെ അവൻ്റെ ലക്ഷ്യം ഒന്നും മാത്രമായിരുന്നു: അതായത് വരാനിരിക്കുന്ന വിപത്തിൽ നിന്നും ഭൂമിയെ രക്ഷിക്കുക. നിങ്ങൾ ടോണി സ്റ്റാർക്കിനെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ അയൺമാൻ സിനിമയും നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. ടോണി ഓൾവേസ് അവനെപ്പോഴും അവൻ്റെ മിസ്റ്റേക്കിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കും. അവൻ്റെ മിസ്റ്റേക്ക് ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ അവനെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. മാർക്ക് 1 സ്യൂട്ട് തൊട്ട് മാർക്ക് 85 സ്യൂട്ട് വരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് ഓരോ സ്യൂട്ടിലുമുള്ള കുറവുകൾ പരിഹരിച്ചാണ് അവനെപ്പോഴും പുതിയ സ്യൂട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതായത് ഒരു സ്യൂട്ടും അവന് പെർഫെക്റ്റ് ആയിരുന്നില്ല. ആദ്യത്തെ സ്യൂട്ടാണെങ്കിൽ ഉയർത്തി പറന്നപ്പോൾ അത് തുറഞ്ഞു പോയി. രണ്ടാമത് സ്യൂട്ടാണെങ്കിൽ അത് ഉയർത്തി നിന്ന് താഴെ വീണപ്പോൾ തന്നെ രക്ഷിക്കാൻ ആരുമില്ലായിരുന്നു. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? സ്പൈഡർമാൻ്റെ സ്യൂട്ടിൽ പാരച്യൂട്ട് വെച്ചു. പിന്നെ ആൻമാൻ അവൻ്റെ സ്യൂട്ടിൽ നുഴഞ്ഞു കയറിയപ്പോൾ അവൻ അത് നാനോടെക് വെച്ച് പരിഹരിച്ചു. അങ്ങനെ ടോണി എപ്പോഴും അവനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോഴും നമ്മളെ തന്നെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളൊരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മുടെ കുറവുകളെ ഓർത്ത് സങ്കടപ്പെടാതെ നമ്മളുടെ തെറ്റുകൾ പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ PTSD അല്ലെങ്കിൽ ആങ്സൈറ്റി എന്ന പ്രശ്നം കൊണ്ട് വളരെയധികം ടോണി ബുദ്ധിമുട്ടിയിരുന്നു. ടോണിക്ക് ടോണിയുടെ പ്രശ്നങ്ങൾ പറയാനോ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ അത് പറയാൻ ടോണി ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. പുറമെ കൂളായി നടക്കുന്ന ഒരാൾ. അവന് പ്രശ്നങ്ങൾ വരുമ്പോൾ അവൻ ആശ്രയിച്ചിരുന്ന അവൻ്റെ സ്യൂട്ടിനെയാണ്. അവനൊരു നിമിഷം ആലോചിച്ച് കാണും, അതായത് തൻ്റെ സ്യൂട്ടില്ലാതെ താൻ ഒന്നുമല്ല. അത് നമുക്ക് പല സമയത്ത് അയൺമാൻ 3 കാണാൻ സാധിക്കും. അവൻ ആശ്രയം തേടുന്നത് എപ്പോഴും അവൻ്റെ സ്യൂട്ടിനെയാണ്. പക്ഷേ ആ സിനിമയുടെ അവസാനത്ത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ടോണിയുടെ എല്ലാ സ്യൂട്ടുകളും നശിച്ചു കാണും. അപ്പോൾ ടോണി പറയുന്നൊരു ഡയലോഗുണ്ട്: യു ക്യാൻ ടേക്ക് അവേ മൈ ഹൗസ്, മൈ ട്രിക്സ് ആൻഡ് ടോയ്സ്, ബട്ട് വൺ തിങ് യു ക്യാൻ ടേക്ക് അവേ ഫ്രം മീ, ഐ ആം അയൺ മാൻ. അതായത് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളിടുന്ന വസ്ത്രമോ അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിക്കുന്ന കാറോ നമ്മൾ ജീവിക്കുന്ന വീടോ ഇതൊന്നുമല്ല നമ്മൾ ആരാണെന്ന് തീരുമാനിക്കുന്നത്. അതൊക്കെ പോയാലും നിങ്ങൾ ആരാണെന്നുള്ളത് നിങ്ങളുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ടോണി സ്പൈഡർമാൻ മൂവിയിൽ പീറ്റർ പാർക്കറിനോട് പറയുന്നുണ്ട്, അതായത് ഇഫ് യു ആർ നത്തിങ് വിത്തൗട്ട് എ സ്യൂട്ട് യു ഷുഡിൻറ്റ് ഹാവ് ഇറ്റ്. അതായത് ആ ഡയലോഗ് പറയുന്നത് അവനിലുണ്ടായ തിരിച്ചറിവിലൂടെയാണ്. അതായത് അവൻ ഒരു സ്യൂട്ടല്ല അവനെ അയൺമാൻ ആക്കുന്നത്, അല്ലെ അവൻ്റെ ഐഡൻറ്റിറ്റി തീരുമാനിക്കുന്നതെന്ന് അയൺമാൻ പണ്ടേ തിരിച്ചറിഞ്ഞിരുന്നു. ടോണി സ്റ്റാർക്കിൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയാവും? അതായത് അവൻ്റെ അച്ഛൻ, അവൻ ഏറ്റവും പ്രിയപ്പെട്ടതേ കണ്ട അച്ഛൻ അവനെ ഒരിക്കലും സ്നേഹിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഓരോ അയൺമാൻ മൂവിയും അല്ലെങ്കിൽ അയൺമാൻ ഉള്ള സിനിമകളും എടുത്താൽ നമുക്ക് മനസ്സിലാകും. പെപ്പർ പോട്ട്സ് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്, അവൻ്റെ ടീംമേറ്റ്സ് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ആദ്യം കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും. പിന്നെ പീറ്റർ പാർക്കർ, അവൻ തിരിച്ചറിയുകയായിരുന്നു അവനെ സ്നേഹിക്കാനും അവനെ സ്നേഹിക്കാനും അവൻ്റെ ചുറ്റിലും കുറച്ച് പേരുണ്ടെന്നുള്ളത്. പീറ്റർ പാർക്കറിന് അവൻ ഒരു വെറും മെൻറ്റർ മാത്രമല്ലായിരുന്നു, അവൻ ഒരു അച്ഛനെ പോലെയായിരുന്നു. അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇൻഫിനിറ്റി വാറിൽ പീറ്റർ പൊടിയായി പോകുമ്പോൾ
അയൺമാൻ്റെ മുഖത്തേക്ക് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അയാൾ അതേപോലെ അയാളെ ചങ്ക് തകർന്ന് വേറെ ആരും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കും നമ്മളെ സ്നേഹിക്കാൻ ആരുമില്ല, നമ്മളെ കേൾക്കാൻ ആരുമില്ല. ഇത്തരം പ്രശ്നങ്ങളാൽ വലയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മൾ ചുറ്റിലൊന്ന് മനസ്സിരുത്തി നോക്കിയാൽ നമുക്ക് സ്നേഹിക്കാനും നമ്മളെ സ്നേഹിക്കാനും ഒരുപാട് പേരുണ്ടാവും. അവർക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ കഴിയും. അതായത് നമ്മുടെ യഥാർത്ഥം നമ്മളെ പുറത്തു കൊണ്ടുവരാൻ അവർക്ക് കഴിയും. എൻ ഗെയിം ഒക്കെ ആകുമ്പോഴേക്കും ടോണിക്ക് എല്ലാം ഉണ്ടായിരുന്നു. അതായത് ഒരു പെർഫെക്റ്റ് ഫാമിലി, അതായത് അവനെ സ്നേഹിക്കാൻ ഒരു ഭാര്യ, പൊന്നോമനയായിട്ടുള്ളൊരു മകൾ മോർഗൻ. അതായത് ഇതൊന്നും വെടിഞ്ഞ് അവന് ലോകത്തെ രക്ഷിക്കാൻ വരേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. പക്ഷേ ടോണിക്ക് വെറുതെ ഇരിക്കാൻ കഴിഞ്ഞില്ല. ആ യുദ്ധത്തിൻ്റെ അവസാന നിമിഷത്തിൽ താനോസ് പറയുന്ന ഈ ഡയലോഗ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഐ ആം ഇന്നവിറ്റബിൾ. പക്ഷേ മറുവശത്ത് വേറൊരു കാര്യം ഒരാൾക്ക് പറയാനുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് ദൈവങ്ങളല്ല, മന്ത്രവാദികളല്ല, അല്ലെ അമാനുഷ്യ ശക്തിയുള്ള മനുഷ്യരൊന്നുമല്ല. ഒരുപാട് കുറവുകളുള്ള, ഒരുപാട് തെറ്റുകൾ പറ്റിയ, ലോകം സ്വാർത്ഥനെന്നും അഹങ്കാരി എന്നും മുദ്രകുത്തിയ, ഒരുപാട് വണ്ണം തോറ്റുപോയ ഒരു മനുഷ്യനായിരുന്നു. അതെ, ടോണി സ്റ്റാർക്ക്. അവസാനം ആ ഇൻഫിനിറ്റി സ്റ്റോണുകളെല്ലാം തൻ്റെ കൈകളിലേക്ക് മാറ്റിക്കൊണ്ട് തൻ്റെ ജീവൻ പോകുമെന്നും അറിഞ്ഞിട്ടും ആ അഹങ്കാരിയായ ബിസിനസ്മാൻ വെറും 3 വാക്കുകൾ കൊണ്ട് അവൻ ലോകത്തെ രക്ഷിച്ചു, തൻ്റെ ജീവൻ വെടിഞ്ഞുകൊണ്ട്. ഹൃദയമില്ലാത്തവൻ തൻ്റെ ഹൃദയം ലോകത്തിന് പകുത്തു നൽകിയ കഥ. അന്ന് ക്യാപ്റ്റൻ അമേരിക്ക പറഞ്ഞത് തെറ്റെന്ന് കാലം തെളിയിക്കുകയായിരുന്നു. അത് തെളിയിക്കാൻ ടോണിക്ക് തൻ്റെ ജീവൻ വരെ കൊടുക്കേണ്ടി വന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെല്ലാം ടോണി സ്റ്റാർക്കിനെ പോലെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലേ. അത് നമ്മൾ മറച്ചു വെച്ചിരിക്കുകയെന്ന് മാത്രം. സ്വാർത്ഥരായ, അല്ലെ അഹങ്കാരികളായ, അല്ലെ മറ്റുള്ളവർ അസൂയപ്പെടുന്ന ഒരുപാട് കുറവുകളുള്ള ഒരു മനുഷ്യൻ. പക്ഷേ ആ കുറവുകളെല്ലാം എല്ലാ മനുഷ്യരിലും ഉണ്ട്. അതൊരു മനുഷ്യ സഹജമായൊരു കാര്യമാണ്. പക്ഷേ ഈ കുറവുകളെല്ലാം മറികടന്നുകൊണ്ട് നമ്മളൊരു യഥാർത്ഥ മനുഷ്യനാകുന്ന നിമിഷമുണ്ടല്ലോ, അപ്പോഴാണ് നമ്മളും ഒരു യഥാർത്ഥ ഹീറോ ആയി മാറുന്നത്. അവസാനമായി പറയുകയാണെങ്കിൽ എനിക്കിത്രേ പറയാനുള്ളൂ. വി ലവ് യു 3000 ടോണി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോണിയുടെ ഏത് അയൺമാൻ സീനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.